നമ്മൾ ഒരാളായിട്ട് ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു പ്രേമമാണെങ്കിലും ഒരു എന്തെങ്കിലും ഒരു കണക്ഷനും ഉണ്ടെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ യോജിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പോവാം. ഇനി അതല്ല, അതിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ ആ ലിമിറ്റേഷൻസ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുക. ആ ലിമിറ്റേഷൻ നിന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും, മ്യൂച്വലി എഗ്രീഡ് ആണെങ്കിൽ ഓക്കെ. മനസ്സിലായി? എന്തിനാണെങ്കിലും നമ്മൾ തമ്മിൽ അതിന് ചർച്ച ചെയ്ത് ഒരു മറച്ചു വെക്കാതെ കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ പിന്നെ എനിക്കൊരു ഗിൽറ്റി ഫീലിംഗ് ഒരിക്കലും ഉണ്ടാവില്ല. എനിക്കിപ്പോൾ വേറെ ആൾ എന്നെ ആരെങ്കിലും പിരികേറ്റി തന്നാലും എനിക്ക് പറയാൻ പറ്റും, എന്നോട് അവൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്ക് കുറേ ലിമിറ്റ് ഉണ്ട്, അവളുടെ ക്യാരക്ടർ ഇങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പോൾ ഓക്കെ, നോ പ്രോബ്ലം. അതില്ലാതെ മറച്ചു വെച്ചിട്ട് എന്നോടൊന്ന് പറയുകയും അതിന് വിപരീതമായി ചെയ്യുമ്പോഴൊക്കെയാണ് അതിന് ക്ലാഷ് വരുന്നത്. അപ്പോൾ എപ്പോഴും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോവാം. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന മാതിരിയൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. പക്ഷേ ഇങ്ങനെയുള്ള ചില കേസുകളുണ്ട്, അങ്ങനെ ഫീൽ ചെയ്യുന്ന ആളുകളും യൂട്ടിലൈസ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. അത് റിയലൈസ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ട് തോന്നുകയാണെങ്കിൽ വേഗം അത് സെപ്പറേറ്റ് ആവുക, നമുക്കത് യോജിക്കില്ല എന്ന് മനസ്സിലാക്കുക.